നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയാൽ ഇ.പി. ജയരാജനെ CPM കൊല്ലും എന്ന് വ്യക്തമാക്കി BJP നേതാവും ആലപ്പുഴ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ ശോഭാ സുരേന്ദ്രൻ. LDF കൺവീനർ ഇ.പി. ജയരാജൻ BJPയിൽ ചേരാൻ തയ്യാറായിരുന്നു എന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. BJPയിൽ ചേരാൻ തയ്യാറായ നേതാവ് ഇ.പി. ജയരാജൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ BJP പ്രവേശനം 90% പൂർത്തിയായിരുന്നു. എന്നാൽ പാർട്ടിയിൽ നിന്നും കനത്ത ഭീഷണി നേരിട്ടിരുന്നു. ഇതേ തുടർന്നാണ് തീരുമാനത്തിൽ നിന്നും അദ്ദേഹം പിന്മാറിയെന്നും ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തി. ജയരാജന്റെ മകനുമായി താൻ എറണാകുളത്തെ ഹോട്ടലിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ശോഭ വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് ജയരാജന്റെ മകൻ അയച്ച സന്ദേശവും പാർട്ടി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഡൽഹിയിലേക്ക് പോകുന്നതിനായി ദല്ലാൽ നന്ദകുമാർ എടുത്തു നൽകിയ ടിക്കറ്റും ശോഭ പുറത്തുവിട്ടു. ഇ.പി. ജയരാജന്റെ മകന്റെ നമ്പറിലൂടെയാണ് തന്നെ ആദ്യം ബന്ധപ്പെട്ടത്. നോട്ട് മൈ നമ്പർ എന്ന് ഇ.പി. ജയരാജന്റെ മകൻ വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചെന്നും ശോഭ തെളിവുകൾ ഹാജരാക്കി വ്യക്തമാക്കി. പിന്നീട് ഇ.പി. പിന്മാറിയത് എന്തുകൊണ്ടാണെന്ന് പിണറായിക്ക് അറിയാമെന്നും ശോഭ ആരോപിച്ചു. എന്തുകൊണ്ടാണ് BJPയിൽ ചേരുന്നതിൽ നിന്നും പിൻവാങ്ങിയത് എന്ന് ഇ.പി. ജയരാജൻ തന്നെ പറയണമെന്നും അതിൽ താൻ ഇടപെടില്ലെന്നും ശോഭാ സുരേന്ദ്രൻ തുറന്നു പറഞ്ഞു. ഇ.പിയും ഭാര്യയും ജീവിച്ചിരിക്കണം എന്ന ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താത്തതെന്നും അവർ തുറന്നു പറഞ്ഞു. ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലോടെ വൻ പ്രതിരോധത്തിലായിരിക്കുകയാണ് CPM. തെരഞ്ഞെടുക്കപ്പെട്ടാൽ കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് പോകും എന്നത് ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങൾക്ക് ലഭിക്കുവാനുള്ള ഒരു പ്രചാരണ തന്ത്രമായി ഉപയോഗിച്ചു വരികയായിരുന്നു CPM. എന്നാൽ ഒരു കാലത്ത് പാർട്ടിയിലെ രണ്ടാമൻ എന്നറിയപ്പെട്ടിരുന്ന ഇ.പി. ജയരാജൻ തന്നെ BJPയിലേക്ക് പോകും എന്ന വാർത്ത പുറത്തു വന്നതോടെ കോൺഗ്രസിനെതിരെ ഈ ഒരു പ്രചാരണായുധം ഇനി പ്രയോഗിക്കാൻ കഴിയില്ല എന്ന് CPMന് ഉറപ്പായിരിക്കുകയാണ്. അതേസമയം ആരോപണം പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് ഇ.പി. ജയരാജൻ രംഗത്ത് വന്നു. നടന്നത് ആസൂത്രിതമായ ഗൂഢാലോചനയാണെന്നും കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി K. സുധാകരനും അതുപോലെ BJPയുടെ ആലപ്പുഴ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും 3-4 പത്രപ്രവർത്തകരും കൂടി നേരത്തെ തന്നെ തയ്യാറാക്കിയ ഒരു പദ്ധതിയായിരുന്നു ഇതെന്നും തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷങ്ങളിൽ മറുപടി പറയാൻ സമയമില്ലാത്ത സമയത്ത് അടിസ്ഥാനരഹിതമായ ആരോപണവും ഉന്നയിച്ച് സുധാകരന്റെ BJPയിലേക്കുള്ള പോക്കിനെ ലഘൂകരിക്കാനുള്ള ശ്രമം നടത്തുകയാണ് അവർ ചെയ്യുന്നതെന്നും ഇ.പി. ജയരാജൻ പ്രതികരിച്ചു. എന്നാൽ ഇ.പിയുമായുള്ള ദില്ലി ചർച്ചയ്ക്ക് തനിക്ക് ടിക്കറ്റ് അയച്ചു തന്ന നന്ദകുമാർ ആണെന്ന് കോയമ്പത്തൂർ ദില്ലി ടിക്കറ്റ് ആണ് അയച്ചതെന്ന് പറഞ്ഞ് ശോഭാ സുരേന്ദ്രൻ നന്ദകുമാർ വാട്സാപ്പിൽ അയച്ച ടിക്കറ്റും ഹാജരാക്കിയിട്ടുള്ള സാഹചര്യത്തിൽ എത്രമാത്രം കാര്യങ്ങൾ ഇ.പി. ജയരാജന് നിഷേധിക്കാനാവും എന്ന ചോദ്യവും പ്രസക്തമാണ്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.